നമ്മൾ കൽപ്പാത്തിയിൽ തുടരുകയാണ്. കൽപ്പാത്തിയിൽ ഇനി നമ്മൾ കാത്തുകാത്തിരുന്ന ദേവരഥ സംഗമം, ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലേ. ദേവരഥങ്ങളെല്ലാം ചേർന്ന് പുണ്യഭൂമിയായ കൽപ്പാത്തിയിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മുന്നിലുള്ള തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച. അസ്തമയ സൂര്യൻ മാഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാഴ്ചയ്ക്കായിട്ടാണ് എല്ലാവരും കണ്ണിമ കൂർപ്പിച്ച് കാത്തിരിക്കുന്നത്. ആ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊപ്പം ദീപക് മലയമ്മയും ഇക്ബാൽ അറക്കലും തുളസി രാധാകൃഷ്ണനും തേരുമുട്ടിയിൽ നിന്ന് തത്സമയമുണ്ട്. നമുക്ക് അവരിലേക്കും പോകാം. അതോടൊപ്പം തന്നെ നമുക്ക് പാട്ടൊക്കെ പാടിത്തരാനായി കുറേ കൊച്ചു കൂട്ടുകാർ നമുക്കപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും അല്ല കേട്ടോ, അവരൊക്കെ വളർന്നു വരുന്ന കലാകാരന്മാരാണ്. അപ്പോൾ അവർക്ക് പ്രോത്സാഹനമായി കൂടി നമ്മുടെ ഈ വേദി മാറണം എന്ന് കരുതിയാണ് നമ്മൾ അഖിലയെയും അതുപോലെ നവ്യയും ഒക്കെ കൊണ്ടുവന്നത്. സതീഷ് കൃഷ്ണ മാത്രമാണ് കുറേ കാലമായി രംഗത്തുള്ള ആള്. അപ്പോൾ മോക്ക് ഈ പാട്ടിന്റെ രംഗത്ത് തന്നെ തുടരാനാണോ താല്പര്യം? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട്. അപ്പോൾ പിന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു ടോപ്പ് സിംഗർ പോകണം എന്നുള്ളത്. പിന്നെ അത് കുറേ ഓഡീഷനൊക്കെ പോയി, പിന്നെ 2-3 ഓഡീഷനും കിട്ടിയില്ല. പിന്നെ അവസാനം സീസൺ 5 ഇവിടെ പക്ഷേ ഓഡീഷൻ ഒന്നും ഇല്ലാതെ വിളിച്ചപ്പോൾ സന്തോഷമായി. ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചിരുന്നില്ല. ഫസ്റ്റ് ടൈമല്ല ഇങ്ങോട്ട് വരുന്നത്, അപ്പൊ തന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് അത് കൽപ്പാത്തിയിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം അത് കൂട്ടിക്കോ. ഇതിന് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാനായിട്ട് പറ്റട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കുഞ്ഞു പാട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മധു തേടിപ്പോയി. അങ്ങനെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് പാടിയത്. ഇവിടെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? നിങ്ങൾ അങ്ങനെ ആഗ്രഹമായി എത്തുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, ഓരോ പ്രാർത്ഥനകളുണ്ടാവും. അവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതാണ് ഒരു വിശ്വാസത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒക്കെയാണ്. നമുക്കപ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരി വരെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരി പാട്ട് പാടാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കൂട്ടുകാരിയുടെ പേരെന്താ? കൂട്ടുകാരി അശ്വതി. അപ്പോൾ അശ്വതിയെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിക്കണം. അതിനു മുമ്പ് നമ്മുടെ തുളസി സംഘവും അവിടെ തേരുമുട്ടിയിൽ കാത്തു നിൽക്കുകയാണ്. തുളസി, അവിടെ തേരുമുട്ടിയിൽ ദേവരഥ സംഗമത്തിനായി തേരുകൾ ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മീനാരായണ പെരുമാളെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്രയാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ തേരുകളും അവിടെ എത്താറായോ? സുജയ, എന്റെ പുറകിൽ കാണാം ഇവിടെ 2 തേരുകൾ അണിനിരന്നു കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തായിട്ടാണ് മറ്റ് തേരുകൾ, മറ്റ് രഥങ്ങൾ കൂടെ കൂട്ടിമുട്ടുന്നത്. ഏതായാലും തേരുമുട്ടിയിൽ അല്പസമയത്തിനകം തന്നെ ദേവരഥങ്ങൾ, ഭൂമിയിലെ ദേവന്മാരെല്ലാവരും അണിനിരക്കുന്ന ദേവരഥ സംഗമം, അതിനി മിനിറ്റുകൾ മാത്രം ബാക്കി അല്ലേ ഇക്ബാൽ? തീർച്ചയായും. ഇനി ഏതായാലും അല്പ നിമിഷങ്ങൾക്കകം ദേവരഥ സംഘം എന്ന് പറയുന്ന ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങ് നടക്കും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന നമുക്ക് പിറകിലുള്ളത് മന്ദക്കര മഹാഗണപതിയുടെയും അതുപോലെ തന്നെ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളുടെയും ദേവരഥങ്ങളാണ്. ഏതായാലും മന്ദക്കര മഹാഗണപതി ആ തേര് ഏതായാലും ഈ ദേവരഥ സംഗമത്തിന് മുമ്പായി ഇങ്ങോട്ട് തിരിച്ച് പുതിയ കൽപ്പാത്തി ഭാഗത്തേക്ക് വരും. മറിച്ച് അതിനോടൊപ്പം തന്നെ ഈ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളുടെ ഈ കാണുന്ന ദേവരഥം അത് തിരിച്ച് ഈ തേരുമുട്ടി മേഖലയിലേക്ക് എത്തി അവിടെയാണ് ഈ ദേവരഥ സംഘം എന്ന് പറയുന്നത് നടക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ ഇതിനോടകം തന്നെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ തേരും. അതുപോലെ ഇക്ബാൽ, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ആകാശ കാഴ്ചകളാണ്. നമ്മുടെ അബിൻ അജയും വാർത്താ സംഘവും എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും മനോഹരമായ ആകാശ ദൃശ്യങ്ങളാണ് അഭിനജയും സംഘവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ തിളങ്ങുന്ന വീഥി എന്ന് പറയുന്നത് കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥിയാണ്. ആ തിളങ്ങുന്ന വീഥിയിലൂടെയാണ്, ആ വീഥിയിൽ ഒരിടത്തായി ഇരുന്നു കൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ഈ അഗ്രഹാര വീഥിയിലൂടെ കടന്നു പോകുന്ന ദേവരഥങ്ങൾ, ആ 6 രഥങ്ങൾ സംഗമിക്കുന്ന തേരുമുട്ടിയിലെ മഹാദേവരഥ സംഗമം, ആ ഒരു നിമിഷത്തിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എത്തുകയാണ്. നോക്കൂ, ആ വീഥികളെല്ലാം വർണ്ണം വിതറി നിൽക്കുന്ന വെളിച്ചം, അവിടെയൊക്കെ ആ പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന രാത്രിയുടെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്